ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത്. അതായത് കിച്ചൺ ക്ലീനിങ്ങും അടിച്ചുവാരലും തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കണ്ടിട്ട് അതുപോലെ ചെയ്തതായിരുന്നിട്ട് ഒരു കാര്യമില്ല, ഒന്നും നടന്നിട്ടില്ല. അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഈച്ചൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വിമ്മ് കലക്കിയിട്ട്, അതായത് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് കലക്കിയിട്ട് അതിൻ്റെ അകത്ത് പഞ്ചസാര ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഈച്ച വന്നിട്ട് അതിൻ്റെ തിരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഒരു ഈച്ച പോലും അതിൻ്റെ അകത്ത് വീണിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ഉച്ചക്കേക്ക് വേണ്ടിയിട്ട് ഇന്ന് മുരിങ്ങയിലയും അതുപോലെ തന്നെ മുട്ടയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വറവുണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എൻ്റെ ഇടയിൽ ഇതാ അവിടുന്ന് ഒരാൾ പുട്ടൊക്കെ നല്ലോണം പൊടിച്ച് ഷേപ്പാക്കുന്നുണ്ട്. എൻ്റെ കൂടെ ഇവനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓനെ ഇതുപോലെ ആ ഒരു തട്ടിൻ്റെ മുകളിൽ കയറ്റിയിരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഓൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ട് ഇതിൻ്റെ തിടുന്നുണ്ട്, അതൊക്കെ കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ ഒരു വറവുണ്ടാക്കൽ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൻ്റെ ഉള്ളി വഴറ്റിയതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇലയുണ്ടല്ലോ അത് ഒന്നിട്ട് ടോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് മുട്ട ഇടേണ്ടത്. ഇന്ന് ഞാൻ നേരെ തിരിച്ചിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായത്. അങ്ങനെ ചെയ്യുന്നതിന് പകരം മുട്ട ഒഴിച്ചതിന് ശേഷം ഞാൻ ഇല ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ല, കുറച്ച് സമയം ഞാനൊന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്തായിരുന്നു നമ്മളെ മോൻ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ ഇടാൻ വേണ്ടി പോയി. കറക്റ്റ് ടൈമിൽ ഞാൻ കണ്ടുകൊണ്ട് തന്നെ നമുക്കത് കഴിക്കാൻ പറ്റി, ഇല്ലെങ്കിൽ എന്തായാലും ചാടേണ്ടി വരും. എന്നിട്ട് കയ്യിലായിട്ടുള്ള ഉപ്പ് എടുത്തോ നക്കാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം എടുത്തോനെ താഴെ ഇറക്കി, ഇനി അവിടെ ഇരുത്തിയാൽ ശരിയാവില്ല. അപ്പം ഈ ഒരു റെസിപ്പി ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല സിമ്പിളാണ്. നമ്മൾ മുട്ട വറുക്കുന്നതിന് പകരം ഇല ഇട്ടിട്ട് മുട്ട വറുക്കുന്നതാണ് ഇതിൻ്റെ. അപ്പം നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്നും വറവില്ലാത്ത ദിവസം ഞാൻ എന്താക്കും, വളപ്പിൽ ഇറങ്ങിയിട്ട് നമ്മളെ കോവക്കൻ്റെ ഇല, അതുപോലെ തന്നെ മുരിങ്ങയില, പിന്നെ അടുക്കള ചീര, എല്ലാ ഇലകളും പറിച്ച് ഇതുപോലെ മുറിച്ചിട്ടതിന് ശേഷം മുട്ട ഇട്ടിട്ട് വറുക്കായിരുന്നു. അപ്പം നല്ല ടേസ്റ്റാണ്. നമുക്ക് ശരിക്കും ഒരു ഇലക്കറികളെല്ലാം കൂടെ ആയല്ലോ, അപ്പം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ദിവസങ്ങളായി ഇങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉമ്മ പറയുന്നുണ്ടായിരുന്നു അത് ഉണ്ടാക്കിക്കൂടെയെന്ന്. അപ്പോൾ പിന്നെ ആ ഒരു ദിവസമൊക്കെ ഉമ്മ പറയുന്ന ദിവസമൊക്കെ വേറെ എന്തെങ്കിലും വറവുണ്ടാവും. ഇന്ന് പിന്നെ വറവൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ട് പക്ഷേ വറുത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താക്കി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉമ്മ മുരിങ്ങയില നന്നാക്കി തന്ന്. അപ്പം അതുണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അമ്മയും കൂടെ ഒന്ന് ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ പണികളൊക്കെ തീർന്നതിന് ശേഷം ഉപ്പാൻ്റെ ഗുളിക വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ഷുഗറിൻ്റെ ഗുളികയൊക്കെ വാങ്ങാൻ. ഞാനും അമ്മയും ഒന്നിച്ചിറങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നീ വണ്ടി എടുക്കുന്നതായിരുന്നു ആദ്യം പറഞ്ഞത്. ഞാൻ പറഞ്ഞു കുറേ ആയി ഞാനൊന്ന് ബാക്കിലിരുന്നിട്ടൊന്ന് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇന്ന് എന്തായാലും അമ്മ വണ്ടി എടുക്കുക പറഞ്ഞു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും, പോകുമ്പോൾ വീഡിയോസ് എടുത്തോ, തിരിച്ചു വരുമ്പോൾ എന്തായാലും നീ തന്നെ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കറക്റ്റ് പഴങ്ങാണ്ടി എത്തിയ സമയത്ത് ഉപ്പ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ ആള് വീട്ടിലേക്ക് പോവാന്ന്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്ക് 2 സാധനം തരാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയതിന് ശേഷം രണ്ടാളും കൂടെ ഐസ്ക്രീമും വാങ്ങിയിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് പോയി. അവിടുന്ന് കുറച്ച് സമയം ഇരുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ച് വെറുതെ കുറച്ച് സമയം ഇരിക്കാന്ന് വെച്ച് പോയതായിരുന്നു. അപ്പം ഞാൻ ഇത്താത്തനെ വീഡിയോ കോൾ ചെയ്ത്, ഇത്താത്തനെ കൂട്ടാണ്ട് പോയോണ്ട് ആൾക്ക് കാണിച്ചെടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു. അതിപ്പോൾ ഞാനും അമ്മയും പോയാലും ഞാനും ഇത്താത്തയും പോയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്ത് കൊതിപ്പിക്കലുണ്ട്. കുറച്ച് സമയം മാത്രമേ നമ്മൾ അവിടെ നിന്നിട്ടുള്ളൂ. ഇത്താത്ത പിന്നെ കുറേ എന്തൊക്കെയോ പറഞ്ഞ് നമ്മൾ പ്രാന്താക്കിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് വന്ന്. അമ്മ കുറേ സമയം വീട്ടിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനും അമ്മ ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയതും വീട്ടിൽ നിന്നായാലും ഒന്നിച്ചുണ്ടായത്. കുറേ ദിവസങ്ങളായി. ആളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് പോവാം, എന്തായാലും സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടൊക്കെ പോവാന്ന് പറഞ്ഞ്. ടൈം അമ്മ സമ്മതിച്ചിട്ടുണ്ടായിട്ടില്ല. ഞാൻ പോക്കായി പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ വന്ന് കുറേ കഴിഞ്ഞിട്ടായിരുന്നു പോയത്. നമ്മൾ സംസാരിച്ചിരുന്ന് കുറേ ടൈമായി. നമ്മൾ സംസാരിച്ചിരുന്നിട്ട് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾക്ക് നമ്മൾ പഴമായിരുന്നു കൊടുത്തിട്ടുണ്ടായത്, പിന്നെ ഇതാക്കിയിട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഞാനിത് വൈകുന്നേരമാണ് ആക്കിയത്. ഇത് മുത്താറി കുറുക്കാണ്, നമ്മുടെ റാഗി വെച്ചിട്ടാക്കുന്നത്. വലിയ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പം അതുണ്ടാക്കിയാൽ ഇവിടെ ഉമ്മ ഉപ്പാവും പിള്ളേരെ നിർബന്ധിച്ച് ഞാൻ കുടിപ്പിക്കും. ഞാൻ കുടിക്കലില്ല, ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കലില്ല. ഒരു സാധനം ഉണ്ടാക്കാൻ ഇറങ്ങിയാൽ കുറച്ചാക്കി കഴിഞ്ഞാൽ ഇതും കുറേ ആയി പോവും. അപ്പം എന്തെങ്കിലും കളയാണ്ട് നിർബന്ധിച്ച് എല്ലാവരെയും കൊണ്ട് ഞാൻ കുടിപ്പിക്കും. ഇതിങ്ങനെ കൈ മാറ്റാണ്ട് ഇളക്കണമല്ലോ, അതുമാത്രമല്ല ഞാൻ കുറച്ച് ഇട്ടിട്ടില്ലു. പക്ഷേ ഇതൊരു പാത്രം നിറച്ചു ആവുന്നുണ്ട് ലാസ്റ്റോട്ട് ആകുമ്പോൾ. കാരണം കുറേ വെള്ളയിക്കും, പിന്നെയും കട്ടയാവും, പിന്നെയും വെള്ളയിക്കും, അങ്ങനെ കുറേ ആവുന്നുണ്ട്. അപ്പം ഈ ഒരു സാധനം ആക്കാൻ ഇങ്ങനെ എപ്പോഴും എൻ്റെ ഇത്രയും നിറയെ ഉണ്ടാവും. അപ്പം ഇനി ഇതൊക്കെ ആയതിന് ശേഷം വേണം ഞാൻ ഇതാരെങ്കിലും കൊണ്ട് കുടിപ്പിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അമ്മ
ഇത് കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു ഇത് എത്രയും ആക്കിയിട്ടുണ്ടായിരുന്നു, ഇപ്പം ഇത്രയല്ലേ നിങ്ങൾ കാണുന്നില്ലോ, ലാസ്റ്റ് വീഡിയോയിൽ കാണാം ഇത് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണുന്നവരൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻസ് ഇടണം. അപ്പം അതിലൂടെ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ ഓൾ.